السلام عليكم ورحمة الله. بسم الله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين ونصلي ونسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ നമ്മളിന്നിവിടെ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്ന വിഷയം എന്നുള്ളത് തൗഹീദാണ്. ഇൻഷാ അല്ലാഹ് തുടർന്ന് വന്ന പ്രാസംഗികർ തൗഹീദിന്റെ ഇനങ്ങളും തൗഹീദിന്റെ വ്യതിചലനങ്ങളെ കുറിച്ചും എല്ലാം സൂചിപ്പിക്കുന്നതാണ്. ആദ്യമായി കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ് തൗഹീദ് എന്നും തൗഹീദ് കൊണ്ടുള്ള ഉപയോഗങ്ങളും മെച്ചങ്ങളും തൗഹീദിന്റെ മഹത്വങ്ങളുമാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല പറയാൻ എനിക്കും കേൾക്കാൻ നിങ്ങൾക്കും ജീവിതത്തിൽ പകർത്താൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ വിശ്വാസികളായ ഓരോ മനുഷ്യരും അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി കൊണ്ട് പഠിച്ചിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു വിഷയമാണ് തൗഹീദ് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ ഏറ്റവും അടിസ്ഥാനപരമായി കൊണ്ട് പഠിപ്പിച്ച ഒരു കാര്യമാണ് തൗഹീദ് എന്നുള്ളത്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തിനാണ് തൗഹീദ് പഠിക്കുന്നത്, എന്തിനാണ് തൗഹീദിന് ഇത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ഒരുപാട് ആദർശ വ്യതിയാന കക്ഷികളുണ്ട്, പലതരത്തിലുള്ള ആശയ ആദർശമുള്ള ആളുകളുണ്ട്. അവരിൽ നിന്ന് മാറി നിന്നുകൊണ്ട് എന്താണ് യഥാർത്ഥ തൗഹീദ് എന്നും എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിന് പഠിപ്പിച്ചു തന്ന തൗഹീദ് എന്നും നമ്മൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തോടുകൂടി പഠിക്കേണ്ടതുണ്ട്. അതാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു സമാജത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. വഹദ എന്ന അറബി പദത്തിൽ നിന്നാണ് തൗഹീദ് എന്ന പദം കടന്നു വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, വഹദ എന്ന അറബി പദത്തിൽ അതിന്റെ അർത്ഥമാക്കുന്നത് ഏകനാക്കുക, ഒറ്റയാക്കുക എന്നൊക്കെയാണ് ആ പദത്തിന് അർത്ഥം. അതായത് അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് അർഹതപ്പെട്ട, അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളിൽ അല്ലാഹുവിന് ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക എന്നുള്ളതാണ് തൗഹീദിന്റെ ആശയം എന്നുള്ളത്. അത് നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് പതിപ്പിക്കണം. ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ വെറുതെ തൊണ്ടക്കുഴിയിൽ നിന്ന് ശബ്ദം ഉരുവിടുന്നതിനപ്പുറമായിക്കൊണ്ട് അവന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനായി മറ്റാരുമില്ല എന്ന പൂർണ്ണമായ ബോധ്യമാണ് ഓരോ വിശ്വാസികൾക്കും ഉണ്ടാകുന്നത്. ഈ ഏകത്വം, ഈ അംഗീകാരം, ഈ സാക്ഷ്യത്വം ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ പകർത്തുകയും അവന്റെ സ്വഭാവത്തിലും പ്രവർത്തനങ്ങളിലും അത് കടന്നു വരുമ്പോഴാണ് അവൻ തൗഹീദ് ഉള്ളവനായി കൊണ്ട് മാറുക എന്ന് നമ്മൾ തിരിച്ചറിയണം. തൗഹീദ് എന്ന പദം നേരിട്ട് ഖുർആനിൽ പരാമർശിച്ചിട്ടില്ല. ഖുർആൻ നമ്മൾ മറിച്ചു നോക്കിക്കഴിഞ്ഞാൽ തൗഹീദ് എന്ന പദത്തെ നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നാൽ അതേ ആശയവും അതേ ആ വാക്കുമായി സാമീപ്യം വരുന്ന ഒരുപാട് വാക്കുകളെ കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വാഹിദ് എന്നുള്ളത്. അറബി ഭാഷ പഠിക്കുന്ന ഓരോരുത്തർക്കും സുപരിചിതമാണ് വാഹിദ് എന്ന പദം. നമ്മൾ അക്കങ്ങൾ എണ്ണുമ്പോൾ അതിൽ ഒന്നാമതായി കൊണ്ട് സൂചിപ്പിക്കുന്നത് വാഹിദ്, ഒന്ന്, ഒറ്റ എന്നുള്ള പദമാണ്. ആ പദം തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അസ്മാകളിൽ പെട്ടതാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, വ ഇലാഹുക്കും ഇലാഹും വാഹിദ് ലാ ഇലാഹ ഇല്ലാഹു, നിങ്ങളുടെ ആരാധ്യൻ അല്ലാഹു മാത്രമാണെന്നും അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്നും ആശയം വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചതാണ്. ഒരേ ഒരു ഇലാഹു മാത്രമേ ഉള്ളൂ, ആരാധനയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല മാത്രമേ ഉള്ളൂ എന്ന് വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചതാണ്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ ചോദിക്കുന്നുണ്ട്, അർബാബും മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, വ്യത്യസ്തരായ രക്ഷാധികാരികളാണോ ഉത്തമം, അതോ സർവജ്ഞാനിയായ സർവാധികാരങ്ങളുള്ള അല്ലാഹു ആണോ ഉത്തമമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ ചോദിക്കുന്നുണ്ട്. നമുക്ക് ഈ ചോദ്യങ്ങൾക്ക് ആത്മാർത്ഥമായ ഉത്തരം പറയാൻ സാധിക്കണമെങ്കിൽ
ഈ ചോദ്യങ്ങൾക്ക് അള്ളാഹുവാണ് ഏറ്റവും ഉത്തമൻ എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ തൗഹീദ് ഉണ്ടാകണം, അതിനോട് നമുക്ക് ആത്മാർത്ഥത ഉണ്ടാകണം. വെറുതെ നമ്മൾ പണ്ടെപ്പോഴോ കേട്ട് മദ്രസയിൽ പഠിച്ച തൗഹീദിനപ്പുറമായിക്കൊണ്ട് അതിന്റെ ആശയ ഘടകങ്ങളെ ആത്മാർത്ഥമായി പഠിക്കാൻ, അതിന്റെ അടിത്തട്ടിലൂടെ അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. നമ്മൾ ദീന് പഠിക്കുന്നവരാണ്. ഓരോ ദീന് പഠിക്കുന്ന വിദ്യാർത്ഥിയും അവരുടെ ജീവിതത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായി കൊണ്ട് പഠിക്കേണ്ട ഒന്നാണ് തൗഹീദ് എന്നുള്ളത്. തൗഹീദ് എന്നത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം തുടങ്ങുന്നതും പ്രബോധനം അവസാനിപ്പിക്കുന്നതും തൗഹീദിലായിരുന്നു. ഇസ്ലാം കാര്യങ്ങൾ എണ്ണി പറയുന്ന നമ്മൾ പല ഹദീസുകളും കേട്ടിട്ടുണ്ട്. അതിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിന്റെ തുടക്കത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ അലാ അൻ യുവഹിദല്ലാഹ്. ഇസ്ലാം എന്ന ദീൻ 5 തൂണുകളായി കൊണ്ട് നാട്ടപ്പെട്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തത് അലാ അൻ യുവഹിദല്ലാഹ്, അല്ലാഹുവിന്റെ ഏകത്വം അംഗീകരിക്കുക എന്നുള്ളത്. അതായത് ഇസ്ലാം എന്ന ദീനിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകമാണ് അല്ലാഹുവിന്റെ ഏകത്വം അംഗീകരിക്കുക എന്നുള്ളത്. അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് ഓരോ വിശ്വാസിയും അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായി കൊണ്ട്, നമ്മളെ വീടിനൊക്കെ ബേസ്മെന്റ് ഇടുന്നത് പോലെ ഇസ്ലാം എന്ന ദീൻ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലുള്ള ബേസ്മെന്റ് ആണ് തൗഹീദ് എന്നുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആശയ ആദർശമാണ് അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത്. വെറുതെ തൊണ്ടക്കുഴി എന്നുള്ള സംസാരമല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. അത് പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവത്തിൽ നമ്മൾ തിരിച്ചറിയാം. ഈ ലോകത്തെ എല്ലാം സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങൾക്കും റിസ്ക്കും എല്ലാം കൊടുക്കുന്ന അള്ളാഹുവിനെ ഏകനാക്കുക, അവന്റെ ഏകത്വം അംഗീകരിക്കുക എന്നുള്ളതാണ് തൗഹീദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, ഖുലില്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ വഹുവൽ വാഹിദുൽ ഖഹാർ. വീണ്ടും വാഹിദ് എന്ന പദം, ഏകനാണെന്നുള്ള പദം വീണ്ടും അല്ലാഹു സുബ്ഹാനഹു തആല ആവർത്തിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട, ഏറ്റവും കൂടുതൽ ആളുകളോട് പറയാൻ ആഗ്രഹിച്ച ഒരു വിഷയം കൂടി തൗഹീദാണ്. യമനിലേക്ക് പോകുന്ന മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇന്നക തഖദ്ദുമു അലാ അഹ്ലിൽ കിതാബ് ഫലകുൻ അവ്വല മാ തദ്ഉഹും ഇലാ അൻ യുവഹിദല്ലാഹ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. മുആദേ, നീ പോകുന്നത് അഹ്ലി കിതാബുകാരുടെ അടുക്കലേക്കാണ്. ഫൽയകുൻ അവ്വല മാ തദ്ഉഹും ഇലാ അൻ യുവഹിദല്ലാഹ്. അതുകൊണ്ട് ആദ്യമായി കൊണ്ട് അവരെ നീ ക്ഷണിക്കേണ്ടത് നമസ്കരിക്കൂ എന്നല്ല പറയേണ്ടത്, അവരോട് മദ്യം നിരോധിക്കൂ എന്നല്ല പറയേണ്ടത്, അവരോട് മറ്റ് സൽസ്വഭാവങ്ങളോ ദുശീലങ്ങളോ കുറിച്ചല്ല നീ പറയേണ്ടത്. ആദ്യം ക്ഷണിക്കുന്നത് അവ്വല മാ തദ്ഉഹും ഇലാ അൻ യുവഹിദല്ലാഹ്, അല്ലാഹുവിന്റെ ഏകത്വത്തിലേക്കാണ് അവരെ ക്ഷണിക്കേണ്ടതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലോകത്തേക്ക് വന്ന എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത് വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തി റസൂല അൻ യഅബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്. വിശുദ്ധ ഖുർആൻ എത്ര സുന്ദരമാണ് നമുക്ക് പഠിപ്പിച്ചിരുന്നത്. ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത് അൻ യഅബുദുല്ലാഹ, അല്ലാഹുവിനെ ആരാധിക്കണം, വജ്തനിബുത് ത്വാഗൂത്ത്, നിങ്ങൾ അല്ലാഹുവിന് പുറമെ ആരാധിക്കുന്ന ത്വാഗൂത്ത് എന്നതിനെ ഉപേക്ഷിക്കാനാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചിരുന്നത്. പ്രിയപ്പെട്ട വളരെ ഗൗരവത്തിലാണ് ആ വിഷയം നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുവരേണ്ടത്. ലോകത്തേക്ക് വന്ന എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത്, വിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാരുടെ പേര് പറഞ്ഞ ശേഷം അവര് ജനങ്ങളോട് പഠിപ്പിച്ചു കൊടുത്തത്, യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, എന്റെ ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, അവന് പുറമെ നിങ്ങൾക്കൊരു ആരാധ്യനില്ല എന്ന വിശുദ്ധ ഖുർആന്റെ മഹിത മനോഹരമായ ആശയമാണ് ലോകത്തേക്ക് വന്ന 1,00,000-ൽ പരം പ്രവാചകന്മാർ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തതെന്ന് വിശുദ്ധ ഖുർആൻ വളരെ സുന്ദരമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം തുടങ്ങിയത് മക്കയുടെ ജാഹിലിയത്തിനെ കുറിച്ച് നമുക്കറിയാം. ഒരുപാട് തരത്തിലുള്ള അനാചാരങ്ങളും തോന്നിവാസങ്ങളും അനാവശ്യങ്ങളും എല്ലാം നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെട്ടത്. എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത്, യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, എന്റെ ജനങ്ങളെ അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനായ അവന് പുറമെ മറ്റാരുമില്ല എന്ന ആശയമാണ് ലോകത്തേക്ക് വന്ന എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചിരുന്നത്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം തുടങ്ങിയതും
അർക്കം ഇബ്നു അർക്കം റളിയല്ലാഹു അൻഹുവിന്റെ കൊച്ചുകൂരയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാം എന്ന ദീന് തുടങ്ങുന്നത്, നമ്മുടെ ഉമ്മത്തിലേക്ക് എത്തിയ ഇസ്ലാം എന്ന ദീന് തുടങ്ങുന്നത് അർക്കം ഇബ്നു അർക്കം റളിയല്ലാഹു അൻഹുവിന്റെ കൊച്ചുകൂരയിൽ തൗഹീദ് പറഞ്ഞുകൊണ്ടായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ തൗഹീദിന് പ്രാധാന്യം കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. നുബുവത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഫാ കുന്നിന്റെ മുകളിൽ കയറി ജസീറത്തുൽ അറബിന്റെ ചിന്നിച്ചിതറിയ ഗോത്രങ്ങളെ വിളിച്ചുകൂട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹിത മനോഹരമായ ആശയം പകർന്നപ്പോൾ അബൂ ലഹബിന്റെ ഒരു മറുപടി ഉണ്ട്. തബ്ബലക യാ മുഹമ്മദ് അലിഹാദാ ജമഅതനാ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചുകൊണ്ടുള്ള സംസാരം നമ്മൾ ചരിത്രങ്ങൾ ഒരുപാട് കേട്ടതാണ്. തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വലിയ മാതൃകയാണ്. പരിഹാസങ്ങളും കുത്തുവാക്കുകളും പീഡനങ്ങളും സഹിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയത്തിൽ ഒരു വിട്ടുവീഴ്ചയും, തൗഹീദിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത്. മരുഭൂമിയിലൂടെ, തീ തുപ്പുന്ന മരുഭൂമിയിലൂടെ വലിച്ചയച്ചപ്പോൾ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ ചാട്ടവാറിന്റെ പ്രഹരങ്ങൾ ഏറ്റപ്പോഴും അതേപോലെ തന്നെ കൊടിയ പീഡനങ്ങൾ അർപ്പിച്ചപ്പോഴും ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു പറഞ്ഞ പ്രഖ്യാപനം അഹദ് അഹദ്. നമ്മൾ ചരിത്രം കേട്ടവരാണ്, വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് തൗഹീദിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം. ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ തൗഹീദ് എന്ന ഘടകം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, അയ്യു ദംബിൻ അഅ്ളം, ഏറ്റവും പാപമേറിയ, ഏറ്റവും മഹത്തരമേറിയ തെറ്റെന്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, അല്ലാഹു നിന്നെ സൃഷ്ടിച്ചിരിക്കെ അവൻ നീ പങ്കു ചേർക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ തെറ്റ്. പ്രിയപ്പെട്ടവരെ, ആലോചിച്ച് നോക്കുക. അല്ലാഹു നമ്മെ സൃഷ്ടിച്ചു, നമ്മെ പരിപാലിച്ചു. 9 മാസക്കാലം വളരെ സുഖമായിക്കൊണ്ട് നമ്മൾ നമ്മുടെ ഉമ്മയുടെ ഉദരത്തിൽ വളർന്നു. ആ സമയത്ത് നമുക്ക് അന്നം നൽകി, ഊർജ്ജം നൽകിയ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മറന്ന് ജാറങ്ങളിലേക്കും മഖബറുകളിലേക്കും പോകാതെ നമുക്ക് പ്രയാസവും പ്രതിസന്ധിയും വരുമ്പോൾ അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ തൗഹീദ് ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി സൂചിപ്പിക്കുകയാണ്. ചെറിയ കുട്ടിയായിരുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത ഉപദേശം നമ്മൾ ഒരുപാട് കേട്ടതാണ്. ഇഹ്ഫദില്ലാഹ യഹ്ഫദുക ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക ഇദാ സഅൽത ഫസ്അലില്ലാഹ് വ ഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ് എന്ന് തുടങ്ങിയ ഹദീസ് നമ്മൾ ഒരുപാട് കേട്ടതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കാൻ, നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് അള്ളാഹുവിൽ നിങ്ങൾ കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെയും കാത്തു സൂക്ഷിക്കുമെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം പ്രിയപ്പെട്ടവരെ നമുക്ക് ഹൃദയസ്ഥമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിച്ച തൗഹീദിൽ നമുക്ക് അഭിമാനം കൊള്ളാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. ഇന്ന് ലോകത്ത് മനുഷ്യർ പല കാര്യങ്ങളിൽ അഭിമാനം കൊള്ളാറുണ്ട്. അവരുടെ സമ്പത്തായിക്കൊള്ളട്ടെ, വംശമായിക്കൊള്ളട്ടെ, വിദ്യാഭ്യാസമായിക്കൊള്ളട്ടെ, അവര് നേടിയെടുത്ത പല പദവികളായിക്കൊണ്ട് അഭിമാനം കൊള്ളാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിച്ച തൗഹീദിന്റെ പേരിൽ അഭിമാനം കൊള്ളാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമുക്ക് ലഭിച്ച ഈ ഹിദായത്തിന്റെ കണിക ലഭിച്ച നമുക്ക് അതിൽ അഭിമാനിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവത്തിൽ ആലോചിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. ചരിത്രങ്ങൾ ഒരുപാടുണ്ട്. സമയത്തിന്റെ പരിമിതി മൂലം ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തൗഹീദിനെ മനസ്സിലാക്കാൻ, ജീവിതത്തിൽ യഥാർത്ഥ തൗഹീദിനെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ മുന്നേറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക്, വെറുതെ തൊണ്ടക്കുഴി എന്ന് പറയുന്നതിനപ്പുറമായിക്കൊണ്ട് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ തൗഹീദിന്റെ വാചകത്തെ സൂക്ഷിക്കാൻ, തൗഹീദിനെ സ്നേഹിക്കാൻ, അത് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കൊണ്ടു നടക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലക്കും വലക്കും വസ്തഗ്ഫിറു ഇന്നഹു വൽ ഗഫൂർ റഹീം വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.